നമസ്തേ. ബംഗ്ലാദേശിന് 8ന്റെ പണി കൊടുത്ത മോദി. ഇന്ത്യയുടെ സൗജന്യ ഭക്ഷണവും കഴിച്ചിട്ട് ഇക്കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ കുറച്ച് ഇമാമുകൾ മോദിയെയും ഹിന്ദുക്കളെയും നശിപ്പിക്കുമെന്ന് വിളംബിക്കുന്നത് കണ്ടു. ബംഗ്ലാദേശിലെ ചിലർ മോദിയെ വെല്ലുവിളിച്ചപ്പോൾ ഇന്ത്യ ടെക്സ്റ്റൈൽസ് മേഖലയിൽ തന്നെ കൊടുത്തു പണി. ചാണക്യന്റെ അർത്ഥശാസ്ത്രം: ശത്രുവിനെ യുദ്ധം ചെയ്യാതെ തോൽപ്പിക്കുക, സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന രീതി. BK ചതുർവേദിയുടെ ചാണക്യ ചാൻഡ്. മലയാളത്തിൽ ചാണക്യൻ എന്ന പേരിൽ പലരും എഴുതിയിട്ടുണ്ട്. പൗലോ കൊയ്ലോ, ദി ആൽക്കമിസ്റ്റ്. നേരിട്ടല്ല, പക്ഷെ ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നിന്റെ ലക്ഷ്യം നേടാൻ പ്രപഞ്ചം കൂടെ നിൽക്കും എന്ന ലൈൻ. മോദിയുടെ ആത്മനിർഭർ ഭാരത് വൈബ്. അമീഷ് ത്രിപാഠി, ശിവ ട്രിലോജി. ശിവന്റെ മൂന്നാം കണ്ണ് കൺസെപ്റ്റ് തന്നെ. ദുഷ്ടലാക്കോടെ വരുന്നവരെ ദഹിപ്പിക്കുന്ന നീലകണ്ഠൻ. ദി ഓത്ത് ഓഫ് ദി വായുപുത്രാസ് ഭാഗത്ത് ഇക്കണോമിക് വാർഫെയർ ഒക്കെയുണ്ട്. ദി സയാൽകോത്ത് സാഗ. അശ്വിൻ സംഖ്യയുടെ ബുക്ക്. ഇന്ത്യ പാക് ബിസിനസ് വാർ. ബംഗ്ലാദേശ് ഇമാംമാർ മോദിയെ വെല്ലുവിളിച്ചു. ഇന്ത്യ ഒറ്റയടിക്ക് അവരുടെ സാമ്പത്തിക നട്ടലായ ടെക്സ്റ്റൈൽ എക്കണോമിയിൽ കത്തിവെച്ചു. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 2026 ബംഗ്ലാദേശിന്റെ LDC സ്റ്റാറ്റസ് പോകും. EUയിൽ ടാക്സ് വരും. അതേസമയം ഇന്ത്യ 6000 കോടിയുടെ KMTP കൊണ്ടുവരുന്നു. ഫാം ടു ഫോറിൻ. EU ഇപ്പൊ തന്നെ സംയോജിത നിർമ്മാണമുള്ള രാജ്യങ്ങളെയാണ് നോക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കല്ലെറിഞ്ഞവന്റെ വീടിന്റെ ചില്ലുപൊട്ടി സിറ്റുവേഷൻ. ദുഷ്ടലാക്കോടെ നോക്കിയവൻ ഭസ്മമാകുന്ന ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ KMTP പ്രൊജക്ടിനെ കൂട്ടാം. പുരാണം 2026 റീമേക്ക്. ഇതുവരെ പറഞ്ഞത് ട്രെയിലർ. ഇനിയാണ് ആ മുഴുവൻ സിനിമയിലേക്ക്. ആഗോള വസ്ത്ര കയറ്റുമതിയിൽ ബംഗ്ലാദേശിന്റെ ആധിപത്യം തകർക്കാൻ ഇന്ത്യയുടെ 6000 കോടിയുടെ മെഗാ ടെക്സ്റ്റൈൽ പദ്ധതി. പതിറ്റാണ്ടുകളായി ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും വസ്ത്രവ്യാപാരത്തെയാണ് ആശ്രയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടെക്സ്റ്റൈൽ കയറ്റുമതിക്കാരായും യൂറോപ്പിലെ വമ്പൻ ഫാഷൻ ബ്രാൻഡുകളുടെ പ്രധാന വിതരണക്കാരായും അവർ മാറി. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ വലിയൊരു മാറ്റം ദൃശ്യമാവുകയാണ്. തെലങ്കാനയിലെ വാറംഗയിൽ ഏകദേശം 6000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ ഒരു കൂറ്റൻ ടെക്സ്റ്റൈൽ എക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുകയാണ്. കേവലം ഒരു വ്യവസായ പദ്ധതി എന്നതിലുപരി കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് KMTP ഒരു സമ്പൂർണ്ണ സംയോജിത നിർമ്മാണ കേന്ദ്രമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ആഗോള വസ്ത്ര കയറ്റുമതിയിൽ ബംഗ്ലാദേശിന്റെ കാലങ്ങളായുള്ള ആധിപത്യത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണ്. ബംഗ്ലാദേശിന്റെ വെല്ലുവിളികൾ: ഏറ്റവും കുറഞ്ഞ വികസിത രാജ്യം. LDC എന്ന പദവി ഉപയോഗിച്ച് യൂറോപ്യൻ വിപണിയിൽ നികുതിയില്ലാതെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുന്നതാണ് ബംഗ്ലാദേശിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചത്. എന്നാൽ ആ ആനുകൂല്യം പതുക്കെ അവസാനിക്കുകയാണ്. 2026ഓടെ ബംഗ്ലാദേശ് LDC വിഭാഗത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതോടെ അവരുടെ കയറ്റുമതി കുതിപ്പിന് സഹായിച്ച പ്രത്യേക വ്യാപാര ആനുകൂല്യങ്ങൾ വരും വർഷങ്ങളിൽ ഇല്ലാതാകും. അതേസമയം യൂറോപ്പ് ടെക്സ്റ്റൈൽ ഇറക്കുമതി നിയമങ്ങൾ കർശനമാക്കുകയാണ്. അസംസ്കൃത വസ്തുക്കൾ മുതൽ പൂർത്തിയായ വസ്ത്രങ്ങൾ വരെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന സംയോജിത നിർമ്മാണ സംവിധാനമുള്ള രാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ മുൻഗണന നൽകുന്നു. ഇന്ത്യയുടെ അവസരം: നൂലും തുണിയും വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്ന ബംഗ്ലാദേശിൽ നിന്ന് വ്യത്യസ്തമായി ടെക്സ്റ്റൈൽസ് മേഖലയുടെ എല്ലാ ഘട്ടങ്ങളും ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. കൃഷിയിടം: ഇന്ത്യയിലെ പാടങ്ങളിൽ പരുത്തി വളരുന്നു. മില്ലുകൾ: ഇന്ത്യൻ മില്ലുകൾ, അവ സംസ്കരിക്കപ്പെടുന്നു. ഫാക്ടറി: ഇന്ത്യൻ ഫാക്ടറികളിൽ വസ്ത്രങ്ങൾ തുന്നുന്നു. കയറ്റുമതി: ഇന്ത്യൻ തുറമുഖങ്ങൾ വഴി വിദേശത്തേക്ക് കയറ്റുന്നു. ഫാം ടു ഫൈബർ, ഫൈബർ ടു ഫാക്ടറി, ഫാക്ടറി ടു ഫാഷൻ, ഫാഷൻ ടു ഫോറിൻ മാർക്കറ്റ്സ് എന്ന ആശയത്തിലാണ് വാങ്കറിൽ മെഗാ പ്രൊജക്ട് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വാങ്കർ തെരഞ്ഞെടുക്കപ്പെട്ടത്? തന്ത്രപരമായ കാരണങ്ങളാലാണ് തെലങ്കാന തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ പ്രധാന പരുത്തി ഉൽപാദന മേഖലകളിലൊന്നാണ് ഈ സംസ്ഥാനം. ഇത് നിർമ്മാതാക്കൾക്ക് അസംസ്കൃത വസ്തുക്കൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. കൂടാതെ മികച്ച റെയിൽ കണക്ടിവിറ്റിയും തുറമുഖങ്ങളിലേക്കുള്ള സാമീപ്യവും ഹൈദരാബാദിലെ അന്താരാഷ്ട്ര അടിസ്ഥാന സൗകര്യങ്ങളും വാങ്കറിന് ഗുണകരമാണ്. 1300 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ പദ്ധതി നൂൽനൂൽപ്പ്, നെയ്ത്ത്, വസ്ത്രനിർമ്മാണം എന്നീ മേഖലകളിൽ വൻതോതിലുള്ള
സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറഞ്ഞ ഗതാഗത ചെലവിനും ആധുനിക സംവിധാനങ്ങളും ഉൽപാദനം വേഗത്തിലാക്കാനും അന്താരാഷ്ട്ര വിപണിയിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ആഗോള ഫാഷൻ ബ്രാൻഡുകൾ ഇപ്പോൾ ചൈനയ്ക്കും ബംഗ്ലാദേശിനും അപ്പുറത്തേക്ക് തങ്ങളുടെ വിതരണ ശൃംഖല വ്യാപിപ്പിക്കാൻ നോക്കുകയാണ്. കേവലം പരുത്തി വിതരണക്കാർ എന്ന നിലയിൽ നിന്ന് മാറി ഒരു സമ്പൂർണ്ണ ടെക്സ്റ്റൈൽ സൂപ്പർ പവറായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അവിടെ ദശലക്ഷക്കണക്കിന് ജോലികൾ വസ്ത്ര കയറ്റുമതിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വാങ്കറൽ പദ്ധതി ഒരു പുതിയ വ്യവസായ യുഗത്തിന്റെ തുടക്കമായേക്കാം.